ഹായ് ഫ്രണ്ട്സ്, വിവിസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. വിവിസ് വേൾഡിനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഇന്ന് ഞാൻ പഴയ ചുരിദാറിൽ നിന്ന് തയ്യാറാക്കാവുന്ന ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴയ ചുരിദാർ നമുക്ക് പാകമാകാത്ത ചുരിദാറൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ വെറുതെ കളയണ്ട. അതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴയ ചുരിദാറിനെ ഒന്ന് നിവർത്തിയെടുക്കണം. നമ്മൾ അയൺ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ആദ്യം ഒന്ന് അയൺ ചെയ്ത് ഇതേപോലെ സെൻറ്ററിൽ കൂടി മടക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത്, ഇവിടെ ഞാൻ ഒരു 22.5 ഇഞ്ചാണ് ലെങ്ത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. 2 വയസ്സ് മുതൽ 2.5 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ 22.5 ഇഞ്ചിൻ്റെ നേരെ മുകളിലായി ഒരു 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അളവുകളൊക്കെ കുട്ടികളുടെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് കഴുത്ത് വരഞ്ഞു കൊടുക്കണം. അപ്പം അതിന് വേണ്ടി ഈ താഴെ വരഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കഴുത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെയുള്ള താഴ്ചയുള്ള കഴുത്താണ് കുട്ടികൾക്ക് ഫിറ്റായി നിൽക്കുന്നത്. 2 ഇഞ്ചൊക്കെ മതിയാകും. പിന്നെ 2 ഇഞ്ച് വീതിയും സെലക്ട് ചെയ്യുക. കഴുത്തിൻ്റെ വീതി ശ്രദ്ധിക്കേണ്ടത്, താഴെ വരച്ചിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ അളവുകളൊക്കെ എടുക്കേണ്ടത്. എന്നിട്ട് അതിനെ നമുക്കൊരു ബോക്സ് ടൈപ്പിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു മടക്കിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം കൈക്കുഴി വരയണം. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് 5.5 ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്യുക. 5.5 ഇഞ്ച് മാക്സിമം ആണ്. 5 ഇഞ്ച് 5.5 ഇഞ്ചൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 പോയിൻറ്റ്സിനെയും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ കൈക്കുഴി വരഞ്ഞ ആ ഒരു പോയിന്റിലേക്കും ഒരു ലൈന് വരയുക. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു കണക്ഷൻ ലൈന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കൈക്കുഴി വരയ്ക്കുക. ഇതേപോലെ കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തു. ഇനി ഈ സൈഡിലേക്ക് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം താഴേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ നേരത്തെ 1.5 ഇഞ്ച് മുകളിൽ വരഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തെ കട്ട് ചെയ്ത് കളയുക. ഫ്രണ്ട് പീസിൽ നിന്ന് മാത്രം കട്ട് ചെയ്ത് കളയുക. ബാക്ക് പീസിൽ അത് അവിടെ തന്നെ നിലനിർത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ലൈനിങ് ഉണ്ട്. ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാം. ഇതേപോലെ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ഇതിപ്പോൾ ബാക്ക് പീസാണ്. ഈ മുകൾ ഭാഗത്ത് അല്പം ലെങ്ത്ത് കൂടുതലുണ്ട്. ഇനി ഇതേപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ പതിച്ചടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും നമ്മൾ ചെയ്തെടുക്കണം. ഇതേപോലെ ഫ്രണ്ട് പീസിലും ചെയ്തെടുക്കണം. ഈ മാർക്ക് ചെയ്തതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. 4 ഇഞ്ച് വീതിയും 19 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനെ സെൻറ്ററിൽ കൂടെ മടക്കുക. ഈ ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ കെട്ടി വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിനെ സെൻറ്ററിൽ കൂടി മടക്കിയതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് 2 പീസായി കിട്ടും. 19 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് കിട്ടും. ഇനി അതിനെ സെൻറ്ററിൽ കൂടി ഒന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കട്ട് ചെയ്യുക. ഓക്കെ, നിവർത്തുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി അതിനെ ഇതേപോലെ സെൻറ്ററിൽ കൂടി മടക്കി കൊടുക്കുക. രണ്ടിനെയും ഇതേപോലെ സെൻറ്ററിൽ മടക്കി ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പീസിലും ഇതേപോലെ ചെയ്യുക. ഇത് വേറൊരു പീസ് തുണിയാണ്. ഇത് ചുരുക്കി വെക്കാനുള്ളതാണ് കഴുത്തിൻ്റെ പോർഷനിൽ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിലും വിഡ്ത്തിലും സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കട്ട് ചെയ്ത ആ തുണി സെൻറ്ററിൽ കൂടി മടക്കി അതിൻ്റെ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ ബാക്കിൽ കെട്ടി വെക്കുന്ന പോർഷനും ഇതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് പീസും ഇതേപോലെ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഫ്രണ്ട് സൈഡിൽ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അതിൽ ചുരുക്കുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അവിടെ ചുരുക്കുകൾ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഷോൾഡറിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത്ര ആവശ്യമില്ല, 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 2 പീസുകൾ ഇതേപോലെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ അല്പം കടത്തി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പീസും ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇത് വെക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഫ്രോക്കിന് കണക്ഷൻ വന്നിട്ടുണ്ടാകും. അതിനുശേഷം അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക.
സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 2 ബട്ടൺസ് വെച്ച് കൊടുക്കണം. വലിയ ബട്ടൺസ് യൂസ് ചെയ്താൽ കുറച്ച് ഭംഗി ഉണ്ടാകും. ഞാനിവിടെ ചെറിയ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. അതവിടെ സൂചി നൂല് ഉപയോഗിച്ച് തുന്നിക്കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബട്ടൺ ഹോളും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ബട്ടണും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ബട്ടൺസ് ഇട്ട് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് തയ്യാറാക്കാം. വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. നമ്മൾ കോട്ടണിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് വീട്ടിൽ ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പഴയ ചുരിദാറിൽ നിന്ന് നല്ല അടിപൊളി ഫ്രോക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Okay, thank you.